സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നീശ്വര പൂജാമലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നീശ്വര പൂജാമലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ സത്യദയാനിധിയേ ഇനി കൽപ്പാന്തരിതൽ തുറന്നിടണേ. ഇരുമുടി നിറയും ദുരിതമൊഴിയണേ. ഇഹ പരശാന്തി തൻ അമൃതം അരുളണേ. മനസാകും പുലിമേലെ വാഴണേ. ജന്മശനി നീ ഈശ്വരിയേ സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ എന്നേശ്വര പൂജാമലരാക്കി തീർക്കണേ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. സുകുടുംബത്തിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് മണ്ഡലകാലാരംഭമാണ് അല്ലേ, വൃശ്ചികം 1. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം എല്ലായിടത്തും ഇങ്ങനെ ഭക്തിഗാനാലാപങ്ങളും അമ്പലങ്ങളിലൊക്കെ പാട്ടും ഇനിയെല്ലാം ഇങ്ങനെ ഈ ഒരു മാസം അല്ലേ, ശബരിമല തീർത്ഥാടനവും അങ്ങനെ ഭക്തി നിർഭരമായ ഒരു മാസമാണിത് അല്ലേ. എല്ലാവർക്കും നല്ലത് വരാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് ഒരു ഭക്തിഗാനങ്ങളൊക്കെ വെച്ച് വിളക്കൊക്കെ കൊളുത്തി എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ലോകത്തുള്ള എല്ലാ മക്കൾക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മസാല ടീ ഒക്കെ ഇട്ട് മസാല ടീ എല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്. മസാല ടീ അല്ല, ഒരു ഒരു ഏലക്ക ഇട്ട ഒരു ടീ, ഏലക്ക. പിന്നെ ഇന്ന് എനിക്ക് ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ രാവിലെ ബ്രെഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ച് ഒരു മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് 1-ാം തീയതിയല്ലേ, അപ്പം മുട്ടയൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഓർത്തത് ഇഡ്ഡലിയുടെ മാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാം. പിന്നെ ഇഡ്ഡലിക്ക് ഞാൻ സാമ്പാറും ചമ്മന്തിയും ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ട് ചമ്മന്തിയും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇപ്പം രാവിലെ ഇനിയിപ്പം ജോലിക്ക് പോകണമല്ലോ, പെട്ടെന്ന് വേണമെങ്കിലൊന്ന് അരയ്ക്കായിരുന്നു. പക്ഷേ വേണ്ട, ഞാൻ ദോശപ്പൊടി ഇതുണ്ടല്ലോ, ഇഡ്ഡലിപ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലി ഒരു 10 മിനിറ്റ് ഇരിക്കണം. അപ്പം ചായ നമുക്ക് എടുക്കാം. പിന്നെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയതാണേ. ഇത് നല്ല മാവാണ്. ഇത് നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും. ഇഡ്ഡലി ദോശയാണേലും എന്താണേലും. എൻ്റെ സോക്സൊക്കെ ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുക. അതിന് അത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. നമുക്ക് ചായ ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കാണുമായിരിക്കുമല്ലോ അല്ലേ. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ 4:45 ഉള്ളൂ.
അപ്പോൾ ഇനി ജോലിക്കൊക്കെ പോകേണ്ടത് കൊണ്ട് ഞാൻ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ ഈ ചമ്മന്തിപ്പൊടിയുണ്ട്, അത് കാണിക്കാം. ഇത് ഉഴുന്നുപൊടി. അപ്പോൾ ഇതും കൂടെ എടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി കഴിക്കാം. രാവിലെ ആയിട്ട് എഴുന്നേറ്റ ഉടനെ ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ടൊക്കെ വല്ലാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് ചായയൊക്കെ അരിച്ചെടുക്കാം. പിന്നെ എൻ്റെ മുടി ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് അങ്ങ് കൊഴിയുവാണേ. ഭയങ്കരമായിട്ട് ഇപ്പോൾ കഷണ്ടി ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞ് അവിടെ കുറേ ഈ റോസ്മേരി ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തെല്ലാം വെച്ചിരുന്നതാണ് എനിക്ക് തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മറന്നുപോയി ഞാൻ. കുറേ ഫ്രഷ് റോസ്മേരിയും കൂടി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാൻ അതും എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കാണുമ്പോഴേക്കും അത് എടുത്തിട്ട് വരാമെന്ന്. അപ്പം ഞാൻ അത് വെറുതെ ഇങ്ങനെ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് തിളപ്പിച്ച് അതിങ്ങനെ എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മുടി കൊഴിച്ചിലിനൊക്കെ നല്ലതായി ഈ റോസ്മേരി. അങ്ങനെ തേക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ വിചാരിച്ചിനി മുടി കൊഴിയുന്നതിന് എന്താ വൈറ്റമിൻ ഡിയുടെ കുറവാണെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റമിൻ ഡി കഴിക്കണം. അത് ഞാനിങ്ങനെ മറന്നുപോയി ടാബ്ലറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. മുടിയൊക്കെ കണ്ടോ കഷണ്ടിയായി. ഇപ്പം എന്താ ഒരു സ്പ്രേ കിട്ടും ഇങ്ങനെ, അത് സ്പ്രേ ചെയ്താൽ ഇങ്ങനെ മുടി പോലെയൊക്കെ, ഈ മുടി ഇല്ലാത്തടത്ത് ഇങ്ങനെ മുടി പോലെയൊക്കെ ഇരുന്നോളൂ. ഇനി അതും ഒന്ന് നോക്കണം. അപ്പോൾ ചായ കുടിക്കട്ടെ. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് അമ്പലങ്ങളിലൊക്കെ പോയി കാണുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഇഡ്ഡലി അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. 6 മണിയാകുമ്പോൾ ഇവിടുന്ന് ജോലിക്ക് ഇറങ്ങണം. പിന്നെ ഇന്ന് ശനി ഞായറൊക്കെ ആയത് കാരണം ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടാകത്തില്ല. ബസ് ചിലപ്പം കുറവേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ എന്താ ഇന്ന് ചിലപ്പോഴാണെങ്കിൽ ഒരു ഈവനിങ് ഒരു ക്രിസ്മസ് ട്രീറ്റ് ഉണ്ട് ഇവിടെ കിങ്സ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടേക്ക് അവിടെ ലൈറ്റ്സും ഈവനിങ് ഒക്കെ പോവുകയാണെങ്കിൽ നല്ല രസമാകും. ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി കടകളും ക്രിസ്മസ് ഷോപ്പുകളും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇന്ന് എങ്ങനെയാണെന്നറിയില്ല. പോകാൻ പറ്റുവാണെങ്കിൽ പോകണം, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് എൻ്റെ മനസ്സിനും കുറച്ചൊരു ഒരു മാറ്റം കിട്ടുമല്ലോ. ഇപ്പം എപ്പോഴും ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക. വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ, നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ആ ഒരു വിഷമത്തിലാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് എവിടെയെങ്കിലുമൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങും. പക്ഷേ തണുപ്പായത് കാരണം ഒന്നും ഒരു മടിയാണ് പുറത്തിറങ്ങാനും. അപ്പം നോക്കട്ടെ, അവിടെ പോകുമ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. നല്ല ഏലക്കായുടെ നല്ല ഫ്ലേവറുണ്ട് ചായക്ക്. നല്ല സൂപ്പർ ചായയാണ്. അപ്പം ഞാനുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിലാണോ വീഡിയോയിലാണോ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാനൊരു ഇങ്ങനെ നമ്മുടെ ചീമനെല്ലിക്കയൊക്കെ എടുത്ത് ഞാനിങ്ങനെ കാണിച്ചപ്പം എൻ്റെ മോനും അല്ല എൻ്റെ കൊച്ചു മോനും എൻ്റെ മോളും എൻ്റെ കൊച്ചു മോനും ഒക്കെ ആ വീഡിയോ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ലോലോലിക്ക എന്നാണ് നമ്മൾ ചീമനെല്ലിയിൽ നിന്ന് ലോലോലിക്ക എന്നൊക്കെ നെല്ലിക്ക എങ്ങനെയൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ കാണിച്ചപ്പം കൊച്ചത് കണ്ടുകൊണ്ട് പറയുക, ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, കൊച്ചുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേന്നൊക്കെ പറയുക. അത് കൊച്ചിൻ്റെ അമ്മയോട് വന്നിട്ട് പറയുക, മോളോട് പറഞ്ഞ്
അത് അമ്മ ഒന്ന് വോയിസ് ഇട്ടമ്മ, അത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊന്ന് വോയിസ് ഇട്ടേ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പാലൊക്കെ തീർന്ന് കടയിൽ പോകാനൊക്കെ മടിയാണ്, കടയിലൊന്ന് പോകണം പാൽ വാങ്ങിക്കണം, അങ്ങനെ പാലില്ല എന്നൊക്കെ പറഞ്ഞു. അയ്യോ പാവം കുസുമ്മയ്ക്ക് പാലില്ലല്ലേ അമ്മേ, അയ്യോ പാവം ഇങ്ങനെയൊക്കെ പറയുക. എൻ്റെ കുഞ്ഞിനെയൊക്കെ ഞാൻ അപ്പടി മിസ് ചെയ്യുക. പിന്നെ വേറെ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോഴാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം എല്ലാവരും വൃതാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഈ മാസം അല്ലേ. അപ്പം എന്തായാലും നല്ലൊരു സമാധാനവും സന്തോഷവും തോന്നുന്നു ഇന്നത്തെ ദിവസം പുലർന്നപ്പോൾ കേട്ടോ. പക്ഷെ ഇവിടെ പിന്നെ തണുപ്പാണ്, ഇപ്പോൾ നല്ല ഇരുട്ടാണ്. ഇനി ഒരു 8 മണിയൊക്കെ ആവും, ഒരു 7 മണിയൊക്കെ ആവും ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ഒരിച്ചിരി വെട്ടം കാണണമെങ്കിൽ. പിന്നെ കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ, കാൽത്തളിരിണ കൈ തൊഴുന്നേ, കാൽത്തളിരിണ കൈ തൊഴുന്നേ, കേശാദിപാദം തൊഴുന്നേ, കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ. അപ്പോൾ ഇതാ നമ്മളുടെ ഇഡ്ഡലി, നല്ല പൂ പോലെ ഇഡ്ഡലി. ഹായ്, ഇത് സൂപ്പർ ഇഡ്ഡലി കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് പാദപദ്മങ്ങളിൽ അഭിഷേകമൊരു യ്യപ്പ, എന്നെ കാരുണ്യാമൃതതീർത്ഥം ചൊരിയണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ, ശബരി പങ്കസൂര്യോദയം സംഗം പുലരി. അപ്പം നമ്മുടെ ഇഡ്ഡലിപ്പൊടിക്കകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കഴിക്കാം അല്ലേ. ഇതും ചൊരിയണം അയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. അപ്പം രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ഇഡ്ഡലിപ്പൊടി, പിന്നെ നല്ല മസാല ടീയും ഓക്കെ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ.